ഫെബ്രുവരി 7 വെള്ളിയാഴ്ച. മാർക്കോസ് 6:14 മുതൽ 29 വരെ വാക്യങ്ങൾ. വിചിത്രമായി തോന്നിയേക്കാമെങ്കിലും ബൈബിളിൽ ചില ഭീകര കഥകളുണ്ട്. അതിലെ ഏറ്റവും പ്രശസ്തമായ ഒന്ന് സ്നാപക യോഹന്നാൻ്റെ മരണത്തിൻ്റെ കഥയാണ്. അതേസമയം നാടകീയത, സംഘർഷം, ഗൂഢാലോചന, അക്രമാസക്തമായ ഒരു പ്രമേയം എന്നിവയാൽ നിറഞ്ഞ ഒരു കൗതുകകരമായ കഥ കൂടിയാണിത്. മോശയുടെ നിയമത്തിന് വിരുദ്ധമായതിനാൽ ഹെറോദിയാസുമായുള്ള ഹെറോദസ് രാജാവിൻ്റെ വിവാഹത്തെ യോഹന്നാൻ അപലപിച്ചു. കൊട്ടാര രാഷ്ട്രീയത്തിൻ്റെ ഗൂഢാലോചനയും നിയമപരമായി തനിക്ക് ലഭിക്കാൻ കഴിയാത്ത ഒരു പുരുഷനും ഹെറോദിയ ആഗ്രഹിച്ചു. യോഹന്നാൻ്റെ ശിക്ഷാവിധി ഹെറോദിയാസിനെ വളരെയധികം അസ്വസ്ഥയാക്കി. അവനെ കൊല്ലാൻ അവൾ അവസരം നേടി. അവസരം ഹെറോദസ് രാജാവിൻ്റെ ജന്മദിന പാർട്ടിയുടെ സമയത്ത് വന്നു. നമ്മൾ ചെയ്യുന്ന പല പാപങ്ങളും നമ്മുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവരായി കാണപ്പെടാൻ ആഗ്രഹിക്കുന്നു. അതിനായി നമ്മൾ എത്ര കള്ളങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അധികാരം, മനസ്സാക്ഷി, ധാർമ്മിക വിട്ടുവീഴ്ച എന്നിവ തമ്മിലുള്ള പിരിമുറുക്കത്തെ ഇന്നത്തെ സുവിശേഷ ഭാഗം എടുത്തു കാണിക്കുന്നു. ഹെറോദസിൻ്റെ വ്യക്തിജീവിതത്തിലും ഒരു ഭരണാധികാരി എന്ന നിലയിലും ഉള്ള ബലഹീനത ദാരുണമായ പരിണത ഫലത്തിലേക്ക് നയിക്കുന്നു. സത്യത്തോടും നീതിയോടുമുള്ള യോഹന്നാൻ്റെ അചഞ്ചലമായ പ്രതിബദ്ധത ഹെറോദസിൻ്റെ അനിശ്ചിതത്വത്തിന് നേർവിപരീതമാണ്. ഈ സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നേരിടുമ്പോൾ പോലും സത്യസന്ധതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കപ്പെടുന്നു. അധികാരത്തിനെതിരെ സത്യം സംസാരിക്കാനുള്ള യോഹന്നാൻ്റെ ധൈര്യം നമ്മുടെ സ്വന്തം ബോധ്യങ്ങളെയും പ്രവൃത്തികളെയും പരിശോധിക്കാൻ നമ്മെ വെല്ലുവിളിക്കുന്നു. സമ്മർദ്ദമോ പ്രലോഭനമോ നേരിടുമ്പോൾ പോലും നമുക്ക് നീതി അന്വേഷിക്കാനും നമ്മുടെ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഒഴിവാക്കാനും കഴിയും. യോഹന്നാൻ സത്യത്തിനു വേണ്ടി നിലകൊണ്ടു. അവൻ ദൈവത്തെ വിശ്വസ്തയോടെ പിന്തുടർന്നു. അവൻ്റെ മരണം അവൻ്റെയോ ലോകത്തിലെ ദൈവത്തിൻ്റെ ദൗത്യത്തിൻ്റെയോ അവസാനമായിരുന്നില്ല. യോഹന്നാൻ യേശുവിന് വഴിയൊരുക്കി. അവൻ്റെ മരണം ക്രിസ്തുവിൻ്റെ മരണത്തെ മുൻനിഴലാക്കി. യേശുവിൻ്റെ പുനരുദ്ധാനവും അല്ലെങ്കിൽ മരണവും പുനരുദ്ധാനവും കൊണ്ടാണ് നമുക്ക് നിത്യജീവൻ്റെ പ്രത്യാശയും ഉള്ളത്. ഇന്ന് നമുക്ക് യേശുവിനോട് നമ്മുടെ വിശ്വാസങ്ങളെക്കുറിച്ച് സംസാരിക്കാനും പ്രവർത്തിക്കാനും ധൈര്യമുണ്ടാകുന്നതിനായി അപേക്ഷിക്കാം. അത് മറ്റൊരാളെ അസ്വസ്ഥനാക്കിയാലും യേശുവിൻ്റെ ധൈര്യം, സത്യസന്ധത, നേരിട്ടുള്ള സ്വഭാവം എന്നിവയാൽ യോഹന്നാനെ പോലെ ആകാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്, ഒരു ചോയ്സ്. യോഹന്നാനെ പോലെ ആവുക അല്ലെങ്കിൽ ഹെറോദസിനെ പോലെ ആവുക. ഹെറോദസിനെ പോലെ നാം ദുർബലരായിരിക്കുമോ, എളുപ്പത്തിൽ പ്രലോഭിക്കപ്പെടുകയും കൃത്രിമം കാണിക്കപ്പെടുകയും ചെയ്യുമോ, അതോ യോഹന്നാനെ പോലെ നമ്മുടെ ധാർമ്മിക ബോധ്യങ്ങളിൽ ശക്തരാകുമോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.